ഇന്നാളത്രയും ക്രിക്കറ്റ് ലഹരിയുടെ സായന്തനങ്ങളായിരുന്നു നമുക്ക്. എന്നാൽ ഇന്ന് ആ കലാശ പോരാട്ടമാണ്. കിരീടം തേടി രണ്ട് സംഘങ്ങൾ, കൊൽക്കത്തയും ഹൈദരാബാദും. അവർ ചെന്നൈയിൽ ചെപ്പോക്കിൽ മുഖാമുഖം ഏറ്റുമുട്ടാൻ പോവുകയാണ്. ആര് നേടും കിരീടം? പാറ്റ് കമ്മിൻസോ അതോ ശ്രേയസ് അയ്യരോ? സ്വാഗതം ദി ഗ്രാൻഡ് ഫിനാലെ. IPL 2024 സീസണിന് ഇന്ന് കലാശക്കൊട്ടാണ്. ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും. മഴയാണ് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം. പക്ഷേ അപ്പോഴും റിസർവ് ദിനം ബാക്കിയുണ്ട് എന്നുള്ള സമാധാനമുണ്ട്. ഇന്ന് മഴ പെയ്യില്ല എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു കൊൽക്കത്തയുടെയും സൺറൈസേഴ്സിന്റെയും ആരാധകർ. ബാറ്റിംഗ് കരുത്തോ അതോ സ്പിൻ മികവോ? ആര് ജയിക്കും? കാത്തിരിക്കാം. അപ്പോൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2024 സീസൺ കലാശക്കൊട്ടാകുമ്പോൾ ആർക്കായിരിക്കും കിരീടം? ആരായിരിക്കും ഇന്ന് ചിരിയോടുകൂടി നിൽക്കുക? കാത്തിരിക്കുക നമുക്ക്. അത് കാവ്യ മാരൻ എന്ന ഉടമയോ അല്ലെങ്കിൽ ഷാറുഖ് ഖാൻ എന്ന സൂപ്പർ താരമോ? ഇതെല്ലാം ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഏറ്റവും വിശിഷ്ടരായിട്ടുള്ള രണ്ട് അതിഥികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒന്ന്, ഈ IPL സീസണിലുടനീളം നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്ന അമ്പയർ KN അനന്തപത്മനാഭൻ, ഒപ്പം മുൻ IPL താരമായിട്ടുള്ള സച്ചിൻ ബേബി. രണ്ടുപേർക്കും സ്വാഗതം. ആദ്യം ശ്രീ KN അനന്തപത്മനാഭൻ, ഞാൻ ഈ IPL എക്സ്പീരിയൻസ് ചോദിച്ചു തുടങ്ങാം. നമുക്ക് ഫൈനലിലേക്ക് എത്താം. എങ്ങനെയുണ്ടായിരുന്നു ഈ സീസണിലെ IPL മത്സരങ്ങൾ? ഒരു പ്രഷർ സിറ്റുവേഷൻ എപ്പോഴെങ്കിലും ഫീൽ ചെയ്യേണ്ടി വന്നോ? എല്ലാ മാച്ചും പ്രഷർ തന്നെയാണ്. ഒരു ഇന്റർനാഷണൽ മാച്ചിന്റെ ആ സെയിം പ്രഷർ നമുക്ക് IPL ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ലോകത്തിലുള്ള ഏറ്റവും മികച്ച പ്ലേയേഴ്സ് ആണ് വന്ന് IPL പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഈ കൊല്ലത്തിന്റെ ആദ്യത്തെ മാച്ചുകളെല്ലാം ഒരുപാട് ഹൈ സ്കോറിംഗ് മാച്ചുകളായിരുന്നു. നമ്മൾ 280, 250, 260, പക്ഷെ അതെല്ലാം ഓൾമോസ്റ്റ് ചേസ് ചെയ്യപ്പെടുകയായിരുന്നു. 20 റണ്ണിന് 30 റണ്ണിനൊക്കെയാണ് ആ കൂറ്റൻ സ്കോർ ചേസ് ചെയ്യുമ്പോഴും തോക്കുന്നത്. ആൻഡ് ഇമ്പാക്ട് പ്ലെയറിന്റെ ഒരു സാന്നിധ്യം കൂടെ അതിലുണ്ടായിരുന്നു. കാരണം ഇമ്പാക്ട് പ്ലെയറും കൂടെ വരുമ്പം ഒരു ടീമിന് ഒരു ബോളറോ അല്ലെങ്കിൽ ഒരു ബാറ്റ്സ്മാനെയും കൂടെ അതിൽ ചേർക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. സോ അതെല്ലാം കൂടെ നേരിടുമ്പം അതും പബ്ലിക്കിന്റെ പ്രഷറും ആ ക്രൗഡിലെ അറ്റ്മോസ്ഫിയറും എല്ലാം കൂടെ ഒരു ഇന്റർനാഷണൽ മാച്ചിന്റെ ഒരു കുറവും നമുക്ക് IPL തോന്നിയിട്ടില്ല. ഓക്കെ, റൈറ്റ്. എന്തായാലും ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ചും സഞ്ജുവും KN അനന്തപത്മനാഭനും ഒരുമിച്ച് ഗ്രൗണ്ടിന്റെ നടുവിൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു ഈ സീസണിൽ. ശ്രീ സച്ചിൻ ബേബി, സച്ചിൻ, എനിക്ക് തോന്നുന്നു സച്ചിൻ സ്വാഭാവികമായിട്ടും RCBയുടെ ഫാൻ ആവാനാണ് സാധ്യത. പക്ഷേ ദൗർഭാഗ്യവശാൽ RCB ഫൈനലില്ല. എങ്കിൽ പോലും സച്ചിന്റെ പിക്ക് ഏതാണ് ഇന്ന്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സോ സൺറൈസേഴ്സ് ഹൈദരാബാദോ? ഞാൻ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ കൂടെ പോകും. കാരണം സൺറൈസേഴ്സ് ഹൈദരാബാദിൽ ഞാൻ കളിച്ചിട്ടൊരു പ്ലെയർ ആണ്. സോ ലാസ്റ്റ് ടൈം നമ്മള് ഫൈനലിൽ കളിച്ചപ്പം ഞാനും അതിന്റെ ഒരു പാർട്ടായിരുന്നു. അപ്പം തീർച്ചയായിട്ടും KKR SRH മാച്ചിൽ എന്റെ ഒരു സപ്പോർട്ട് എന്തായാലും SRHന് തന്നെ. എന്തുകൊണ്ടാണ് സച്ചിൻ അതിനകത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ കേവലം ഒരു ഫാൻ ബേസ് ഇതിന്റെ അപ്പുറത്തേക്ക് എന്താണ് സ്പെഷ്യൽ ആയിട്ട് നിൽക്കുന്നത്? അവരുടെ ബാറ്റിംഗ് സ്ട്രെങ്ത് ആണോ ഈ കൊൽക്കത്തയ്ക്ക് മുന്നിൽ ഒരു എഡ്ജ് നൽകുന്ന ഘടകം സച്ചിന്റെ അഭിപ്രായത്തിൽ? അല്ല, മെയിനായിട്ട് നമ്മുടെ ഫേവറേറ്റ് പ്ലേയേഴ്സ് തന്നെയാണ്. നമ്മുടെ RCBയിൽ നമ്മൾ 2016 ഫൈനൽ കളിച്ചപ്പം ഉണ്ടായിരുന്ന കോച്ചാണ് ഇപ്പം SRHന്റെ കോച്ച് ഡാനിയൽ വെട്ടോറി. പിന്നെ അതുകൂടാതെ നമ്മൾ അതിന്റെ കൂടെ കളിച്ച കുറെ പ്ലേയേഴ്സ് ആ ഒരു ടീമിലുണ്ട്. പിന്നെ ഈ വർഷം നോക്കുവാണെങ്കിൽ SRHന്റെ ഒരു ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ ആ ഒരു സ്റ്റൈല്, ഒരു 50+ സ്കോർ നേടിക്കൊടുക്കാൻ പറ്റിയ ഒരു സ്റ്റൈൽ ഉണ്ടാക്കി കൊടുത്ത SRH ടീം തന്നെയാണ്. എസ്പെഷ്യലി ട്രാവിസ് ഹെഡിന്റെയും അഭിഷേക് ശർമ്മയുടെ ആ ഒരു ബാറ്റിംഗ് തന്നെയാണ് ആ വലിയ സ്കോറിലോട്ട് എത്തുന്നത്. അപ്പൊ ആ ഒരു ട്രെൻഡ് ഈ ഒരു IPL ഉണ്ടാക്കിയത് ഈ ഒരു ടീമാണ്. പിന്നെ ബോളിംഗ് നമുക്കറിയാം, പാറ്റ് കമ്മിൻസും ഭുവനേശ്വർ കുമാറും ലീഡ് ചെയ്യുന്ന ഒരു ബോളിംഗ് നിര വളരെ വലുത് തന്നെയാണ്. പക്ഷെ നേരത്തെ സാറ് പറഞ്ഞ പോലെ നമ്മൾ വിക്കറ്റ്സും കുറച്ചുകൂടെ നല്ല ബെറ്റർ ആയിട്ടുണ്ട്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ വിക്കറ്റ് നല്ല ബാറ്റിംഗ് വിക്കറ്റ് തന്നെയായിരുന്നു. അപ്പൊ അവിടെ കളിച്ച പ്ലേയേഴ്സിന് അറിയാം എത്ര നല്ല ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത്. അപ്പം അവിടെ ബോൾ ചെയ്യുന്നത് ഡിഫിക്കൽട്ട് ആണ്. SRHന്റെ ബോളിംഗും നല്ല എക്സ്പീരിയൻസ് ബോളിംഗ് ലൈനപ്പ് തന്നെയാണ്. അപ്പൊ എനിക്കത് ആ ബാറ്റിംഗ് തന്നെയാണ് SRHനെ സപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ വേറൊരു ചാൻസ് എനിക്കുള്ളത്. ഓക്കെ, ശ്രീ KN അനന്തപത്മനാഭൻ, ഇപ്പോൾ നമ്മൾ സച്ചിൻ ബേബി പറഞ്ഞു, സച്ചിൻ എന്താണെങ്കിലും സൺറൈസേഴ്സിന്റെ കൂടെയാണെന്ന് പറഞ്ഞു. ഈ നിലവിൽ അമ്പയറിംഗ് ഫൈനൽ ഇല്ലാത്തതുകൊണ്ട് ന്യൂട്രലായി നിൽക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് തോന്നുന്നു. അനന്തപത്മനാഭന്റെ തോട്ട് എന്താണ്? നമ്മൾ ഇതിൽ കുറെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഉണ്ട്. നമ്മൾ ഈ ആദ്യത്തെ 4 ടീം വന്നത് നിലവാരം അനുസരിച്ചിട്ട് നമ്പർ 1 KKR അവർ ആദ്യം ക്വാളിഫൈ ചെയ്തു. അത് കഴിഞ്ഞ് ഹൈദരാബാദിലെ ടീം SRH ആയിരുന്നു.
എല്ലാ ടീമിനും 6 ടീമുകളാണ് നമ്മൾ ഈ കൊല്ലം ക്വാളിഫൈ ചെയ്തത്. എന്ന് പറഞ്ഞാൽ RR ക്വാളിഫൈ ചെയ്തു, RCB ക്വാളിഫൈ ചെയ്തു, അതേപോലെ KKR. എല്ലാ ടീമിനും 6 ടീമുകൾ മാത്രമാണ് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ നിലവാരം നോക്കിക്കഴിഞ്ഞാൽ 4ാമത്തെ പൊസിഷൻ വന്ന ടീം ആദ്യം പുറത്തുപോയി, പിന്നെ 3ാമത്തെ പൊസിഷൻ വന്ന രണ്ടാമത് പുറത്തുപോയി. ഇപ്പൊ വന്നിരിക്കുന്ന 2 ടീമിലും ജസ്റ്റ് ഞാൻ പറയുന്ന ഒരു അതിലും കളിയിലും കാര്യം ഉണ്ടാവത്തില്ല. അങ്ങനെ വെച്ച് വരുമ്പോൾ KKR ആണ് ആദ്യം ഈ പൂള് ടോപ്പ് ചെയ്തതും ആദ്യം ഫൈനലിൽ എത്തിയ ടീമും. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ, നിലവാരം വെച്ച് നോക്കുമ്പോൾ KKRന് സാധ്യതയുണ്ട്. അതേപോലെ ഈ പിച്ച് നമ്മളിപ്പം ചെന്നൈയിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 10 ഓവർ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ബാറ്റിങ്ങിന് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പിച്ചാണ്. കഴിഞ്ഞ മാച്ചിൽ എനിക്ക് തോന്നിയത് സഞ്ജു ആദ്യം ബാറ്റ് ചെയ്യണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. എന്ന് പറഞ്ഞാൽ രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ പിച്ച് കുറെ കൂടെ സ്ലോർ ആവുന്നുണ്ടായിരുന്നു. അതേപോലെ SRHന്റെ 10 ഓവർ കഴിഞ്ഞിട്ടുള്ള അവർക്കുള്ള ബാറ്റിംഗ് ഇപ്പൊ ക്ലാസിനെ പോലെ ഉള്ള ബാറ്റ്സ്മാർക്ക് തന്നെ റൺ അടിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പിച്ചായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. കുറച്ച് സ്ലോർ ആയിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഗ്രിപ്പ് ചെയ്തിട്ട് ബോൾ ബാറ്റിലേക്ക് വരുന്നില്ല. അതാണ് നമ്മൾ കഴിഞ്ഞ മാച്ചിന് കണ്ടിരുന്നത്. ഇപ്പൊ ഇന്നത്തെ മാച്ച് ഏത് പിച്ചിലാണ് കളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്രാസ് ഉണ്ടോ, അല്ലെങ്കിൽ ഡ്യൂ ഉണ്ടാവോ, ഇതറിയില്ല. കഴിഞ്ഞ മാച്ചിന്റെ ഒരു ഇത് വെച്ച് നമ്മളിപ്പം കാലാവസ്ഥ ക്ലൗഡി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഡ്യൂ വരാനുള്ള സാധ്യത കുറവാണ്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഡ്യൂ ഇല്ല എന്നുള്ള ഒരു നമ്മളിപ്പം കേൾക്കുന്ന അനുസരിച്ചിട്ട് അവിടെ ക്ലൗഡി ഒരു വെതറാണ്. ക്ലൗഡിൽ ഒരു വെതർ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്യൂ വരാനുള്ള സാധ്യതയില്ല. സോ തീർച്ചയായിട്ടും ആദ്യം ബോൾ ചെയ്യുന്ന ടീമിന് ഒരു നല്ലൊരു സ്കോർ. നമുക്ക് എല്ലാവർക്കും അറിയാം ഫൈനലിന്റെ പ്രഷർ എങ്ങനെയാണ്. നോക്കൌട്ട് മാച്ചിന്റെ പ്രഷർ വരുമ്പം അത് ടോട്ടലി ഒരു ഡിഫറെന്റ് പ്രഷർ തന്നെയാണ്. ഒരു സ്കോർ ബോർഡിൽ ഇട്ട് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ആ ടീമിന് ഗുണമുണ്ടാവും. സോ എനിക്ക് തോന്നുന്നത് ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് ഒരു ചെറിയൊരു മുൻതൂക്കം ഉണ്ടാവും. ആൻഡ് KKR ഈ പെർഫോമൻസ് എല്ലാം വെച്ച് ഞാൻ ഈ നേരത്തെ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ആദ്യം ക്വാളിഫൈ ചെയ്ത ടീമും അങ്ങനത്തെ എല്ലാം വെച്ച് നോക്കുമ്പോൾ മേ ബി KKRന് ഒരു ചെറിയൊരു മുൻതൂക്കം, ഒരു 1% അല്ലെങ്കിൽ 2% ഒരു മുൻതൂക്കം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ട് എനിക്ക് ഇങ്ങനെ തന്നെയായിരുന്നു വേണ്ടത്. കാരണം KN അനന്തപത്മനാഭൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനൊപ്പം, സച്ചിൻ എന്താണെങ്കിലും സൺറൈസേഴ്സിനൊപ്പം. അപ്പൊ 2 അതിഥികൾക്കും ഓരോ ടീം ഉണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. അപ്പം സച്ചിൻ, ഈ ട്രാവിസ് ഹെഡിന്റെ ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം നിർണായകമായിരുന്നു ഈ സീസണിലുടനീളം സൺറൈസേഴ്സ് ഹൈദരാബാദിന്. എന്നാൽ മറുവശത്ത് കൊൽക്കത്തയുടെ സ്പിന്നർമാരെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പം ഇനി ചെന്നൈയിൽ ഒരു സ്ലോ പിച്ച് പ്രതീക്ഷിക്കണമെന്ന് തോന്നുന്നു. ഇപ്പോൾ സൺറൈസേഴ്സിന് ടോസ് ലഭിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഓപ്റ്റ് ചെയ്യേണ്ടത് സച്ചിന്റെ അഭിപ്രായത്തിൽ? എനിക്ക് തോന്നുന്നു SRH അവരുടെ സ്ട്രെങ്ത് തന്നെ പോകും. കാരണം അവർ മിക്ക മാച്ചും അവർ ഒരു ടോസ് കിട്ടുമ്പോഴൊക്കെ അവർ ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. കാരണം അവർക്ക് ആ ഒരു ഫ്രീ ആയിട്ട് കളിക്കുന്നതിന് ഒരു ലൈസൻസ് ഹെവിയായിട്ട് കളിക്കുമ്പോൾ അവർ ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോഴാണ് എപ്പോഴും നല്ലൊരു സ്കോറും നേടിയിട്ടുള്ളത്. അതിൽ വലിയൊരു ചലഞ്ച് വരാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ KKR സ്പിന്നേഴ്സ് തന്നെയാണ്. ഇപ്പം എന്തായാലും ആ ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ 2 ലെഫ്റ്റ് ഹാൻഡേഴ്സ് ബാറ്റ് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവിടെ വരുൺ ചക്രവർത്തി, സുനിൽ നരൈൻ എന്ന 2 കാരണം ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആയിട്ട് വന്നിട്ട് എറിയുന്ന 2 സ്പിന്നേഴ്സും അവിടെയുണ്ട്. അപ്പം ചെപ്പോക്ക് വിക്കറ്റ് നമുക്കറിയാം സ്പിന്നേഴ്സിന് കുറച്ച് സപ്പോർട്ടുള്ള വിക്കറ്റ് ആണ്. അപ്പം അവിടെ ഇവരെങ്ങനെ ടാക്കിൾ ചെയ്യുന്നു അതനുസരിച്ചിരിക്കും അവരുടെ ആ ഒരു സ്കോർ എത്ര ഫ്രണ്ടിൽ പോകുന്നത്. കാരണം SRHന് ആ ഒരു വലിയൊരു സ്കോർ നേടണമെങ്കിൽ ഈ 2 ഓപ്പണേഴ്സ് ആദ്യത്തെ ഒരു 6 ഓവേഴ്സ് കളിക്കണം. അപ്പം നേരത്തെ അനന്തേട്ടൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു 10 ഓവർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടോസ് കിട്ടുന്ന ടീം എന്തായാലും ആ ഒരു ബാറ്റിംഗ് തന്നെയാണ്. നമുക്കറിയാം ഫൈനലിലെ ഒരു പ്രഷർ നമ്മൾ ചേസ് ചെയ്യുമ്പം നമുക്കറിയാം ആ ഒരു പ്രഷർ എന്താണെന്നുള്ള കാര്യം. എനിക്ക് തോന്നുന്നു SRH ബാറ്റ് ചെയ്തു. ഓക്കെ, എന്നാലും ഞാൻ 2 പേരിലേക്ക് തിരികെ എത്താം. നമുക്ക് ഈ 2 ടീമിന്റെയും ഈ സീസണിലെ പ്രകടനത്തിലേക്ക് ഒന്ന് വളരെ വേഗത്തിൽ പോയി വരാം. എന്താണെങ്കിലും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദുമാണ് ഇന്ന് മുഖാമുഖം എത്തുന്നത്. നമ്മൾ ആദ്യം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ടീമിലേക്ക് എത്തിയാൽ അവരുടെ ക്യാപ്റ്റൻ നമുക്കറിയാവുന്ന പോലെ ശ്രേയസ് അയ്യർ, പരിശീലകൻ ചന്ദ്രകാന്ത് പണ്ഡിറ്റ്, ഈ 2 പേരുമാണ് ഈ ടീമിന്റെ എഞ്ചിൻ എന്ന് വിശേഷിപ്പിക്കണം. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും പരിശീലകൻ ചന്ദ്രകാന്ത് പണ്ഡിറ്റും. ഇനി കൊൽക്കത്തയുടെ പെർഫോമൻസ് നോക്കിയാൽ 2012-ലും 2014-ലും കിരീടം നേടിയ സംഘമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. 2024-ൽ ഈ സീസണിൽ 9 ജയം ഒപ്പം 3 തോൽവി. അങ്ങനെ ലീഗ് റൗണ്ടിൽ 1ാം സ്ഥാനത്തോടു കൂടിയാണ് അവർ നോക്കൌട്ടിലേക്ക് എത്തിയത്. അങ്ങനെ ഈ IPL സീസണിലെ അതിഗംഭീര പ്രകടനത്തിനൊടുവിൽ അവർ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. കൊൽക്കത്തയുടെ ബാറ്റർമാർ ആരൊക്കെയാണ്? ഏറ്റവും പ്രധാനികൾ. റൺ വേട്ടക്കാരിൽ 1ാമത് സുനിൽ നരൈനാണ്. 482 റൺസാണ് സുനിൽ നരൈൻ ഇതുവരെ സ്കോർ ചെയ്തത്. ഫിൽ സോൾട്ട് 435 റൺസുമായി 2ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ റൺ വേട്ടക്കാരിൽ 3ാമൻ ക്യാപ്റ്റൻ തന്നെ 345 റൺസ്. അപ്പോൾ നരൈൻ, ഫിൽ സോൾട്ട്, ശ്രേയസ് അയ്യർ ഇങ്ങനെ പോകുന്നു ടോപ്പ് 3 ബാറ്റേഴ്സ് ഫോർ കൊൽക്കത്ത. ഇനി അവിടെ ബോളിംഗ് നിരയിലേക്ക് പോയാൽ വിക്കറ്റ് വേട്ടക്കാർ
നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ സ്പിന്നർമാരുടെ ഒരു മേധാവിത്വം പലപ്പോഴും അവർക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. വരുൺ ചക്രവർത്തി 20 വിക്കറ്റുകളുമായി 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഹർഷിത് റാണയാണ് 2ാം സ്ഥാനത്ത് 17 വിക്കറ്റുകൾ. മറ്റൊരു സ്പിന്നർ സുനിൽ നരൈൻ 16 വിക്കറ്റുമായി. ഓൾറൗണ്ട് മികവിൽ ഒരു എക്സലന്റ് പിക്ക് എന്നൊക്കെ വിശേഷിപ്പിക്കണം സുനിൽ നരൈൻ്റെ ഒരു കാര്യത്തിലൊക്കെ. ഇതുപോലൊരു പ്ലെയർ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കും ഏതൊരു ടീമും. ഇനി നമ്മൾ നേരെ പോകുന്നത് ഹൈദരാബാദിലേക്കാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഏറ്റവും ശക്തനായിട്ടുള്ള ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്, ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ കിരീടം ഓസ്ട്രേലിയക്ക് വേണ്ടി ഉയർത്തിയ ക്യാപ്റ്റൻ, ഏകദിന ലോകകപ്പിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി കിരീടം ഉയർത്തിയ ക്യാപ്റ്റൻ ഇപ്പോൾ IPLന്റെ ഫൈനലിൽ ഇറങ്ങുകയാണ് ചെന്നൈയിൽ. പരിശീലകൻ എന്നുള്ള ബുദ്ധിയുമായി ഡാനിയൽ വെട്ടോറി എന്ന മിസ്റ്റീരിയസ് സ്പിന്നറും. അപ്പോൾ വെട്ടോറി പാറ്റ് കമ്മിൻസ് കോമ്പിനേഷൻ അവർക്ക് നിർണായകമായിരുന്നു സീസണിലുടനീളം. 2016 അവർ കിരീടം സ്വന്തമാക്കിയ സംഘമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഒരു കിരീടം നേട്ടം മാത്രമാണ് നിലവിലുള്ളത്. അത് 2ആക്കി ഉയർത്താൻ കഴിയുമോ എന്ന് ഇന്നറിയാം. ഈ സീസണിലെ പ്രകടനം നോക്കിയാൽ 8 മത്സരങ്ങളിൽ ജയിച്ചു, 5 മത്സരങ്ങളിൽ തോൽവി നേരിട്ടു. അതായത് കൊൽക്കത്തയും സൺറൈസേഴ്സും തമ്മിൽ പോയിന്റ് വ്യത്യാസം അത് പ്രകടമായി തന്നെയുണ്ട്. ലീഗ് റൗണ്ടിൽ പക്ഷേ 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞു സൺറൈസേഴ്സിന്. ഏറ്റവും മികച്ച ബാറ്റർമാർ ആരൊക്കെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്? റൺവേട്ടക്കാരുടെ പട്ടികയിൽ ഒന്നാമൻ നമ്മൾ ആദ്യം സൂചിപ്പിച്ചു, ട്രാവിസ് ഹെഡ്. 567 റൺസാണ് ട്രാവിസ് ഹെഡിന്റെ ഈ സീസണിലെ ബാറ്റിംഗ് പ്രകടനം. അഭിഷേക് ശർമ്മ അതിമികച്ച പ്രകടനത്തോടുകൂടി 482 റൺസുമായി തൊട്ടു പിന്നിലുണ്ട്. ഹെൻറിച്ച് ക്ലാസൻ മറ്റൊരു ഫോറിൻ പ്ലെയർ കൂടി നിർണായക സ്വാധീനമാവുകയായിരുന്നു സൺറൈസേഴ്സിന് 463 റൺസുമായി. ബോളർമാരുടെ പട്ടികയിൽ വിക്കറ്റ് വേട്ടക്കാരിൽ ഇന്ത്യൻ ബോളർ ടി നടരാജനാണ് 19 വിക്കറ്റുമായി ഒന്നാമത്. ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് 17 വിക്കറ്റുമായി 2ാം സ്ഥാനത്തും ഭുവനേശ്വർ കുമാർ 11 വിക്കറ്റുമായി 3ാം സ്ഥാനത്ത് നിൽക്കുന്നു. പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ, കൃത്യമായും ഒരു എഡ്ജ് ബാറ്റിംഗിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനുണ്ട്. പക്ഷേ ബോളിംഗിൽ ആ എഡ്ജ് കൊൽക്കത്തയ്ക്കുണ്ട് എന്ന് വേണം പറയാൻ. ഇനി ഈ ടീമുകൾ മുഖാമുഖം എത്തിയപ്പോൾ എന്തായിരുന്നു ഫലം? IPLൽ ചരിത്രത്തിൽ പരസ്പരം ഇവർ ഏറ്റുമുട്ടിയത് 27 മത്സരങ്ങളിലാണ്. അതിൽ 18 എണ്ണത്തിൽ കൊൽക്കത്ത ജയിച്ചു. ഹൈദരാബാദിന് ജയിക്കാൻ കഴിഞ്ഞത് 9 എണ്ണത്തിൽ മാത്രം എന്നുള്ളതാണ്. 9 എണ്ണത്തിൽ ഹൈദരാബാദ്, 18 കൊൽക്കത്ത. അതായത് ഇരട്ടി ജയത്തിന്റെ ഒരു ആധിപത്യം കൊൽക്കത്തയ്ക്കുണ്ട്. ഇനി 2024 സീസണിലെ പ്രകടനം നോക്കാം. ഈ സീസണിൽ 2 മത്സരങ്ങളിലാണ് കൊൽക്കത്തയും സൺറൈസേഴ്സ് ഹൈദരാബാദും കളിച്ചത്. അതിൽ 2ലും കൊൽക്കത്ത ജയം സ്വന്തമാക്കി എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായും ഒരു എഡ്ജ് പലപ്പോഴും പല വ്യാഖ്യാനങ്ങളിലും കൊൽക്കത്തയ്ക്ക് ഉണ്ടോ എന്നൊരു സംശയം. സച്ചിൻ ബേബി, സച്ചിന്റെ പ്രിയപ്പെട്ട ടീം ഈ കണക്കുകളിൽ നേരിയ പിന്നിലാണോ എന്നൊരു സംശയം. ചിലപ്പം ഈ മാച്ച് ജയിക്കാൻ വേണ്ടിയായിരിക്കും കഴിഞ്ഞ 2 മാച്ച് ആ റിസൾട്ട് KKRന്റെ സൈഡിൽ പോയത്. അപ്പൊ നമുക്ക് 1 കളിച്ചാൽ 3 ആണല്ലോ. 3ാമത്തെ തവണയാണ് ഈ ഒരു IPLൽ മുട്ടുന്നത്. നോക്കാം, ഇത് നമ്മൾ ഈ കാരണവന്മാര് പറയുന്നത് ശരിയാണോ എന്ന് ഇന്ന് നമുക്ക് അറിയാൻ പറ്റും ഫൈനലിൽ. അതെ, തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കണം എന്താണ് ഫലം എന്നുള്ള കാര്യത്തിൽ. ശ്രീ ആനന്ദ് പത്മനാഭൻ, നമ്മൾ ആദ്യം ഇപ്പോൾ ഇമ്പാക്ട് പ്ലെയറിന്റെ കാര്യത്തിൽ സംസാരിച്ചു. ശ്രീ ആനന്ദ് പത്മനാഭൻ, ഈ ഇമ്പാക്ട് പ്ലെയർ എന്നുള്ള സംഭവം, ആ ഒരു പുതിയ റൂള്, അത് ഒന്ന് IPLനെ എത്രത്തോളം കൂടുതൽ അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ടോ? 2, അത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ബാറ്റിംഗ് ഫസ്റ്റ് ഓർ ബാറ്റിംഗ് സെക്കൻഡ് ഏത് ടീമിനെയാണ്? അല്ല, 2 ടീമിനും ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു പാർ സ്കോർ നമ്മളൊരു 2-3 കൊല്ലത്തെ ഈ ഇമ്പാക്ട് പ്ലെയർ വരുന്നതിന് മുമ്പിൽ ഒരു 170, 180 നമ്മൾ പാർ സ്കോർ നോക്കിയിരുന്നത് അത് ഒരു 20-30 റൺസ് കൂട്ടിയിരിക്കുകയാണ്. കാരണം ഈ ഇമ്പാക്ട് പ്ലെയർ വരുന്നുണ്ട്. നമ്മളിപ്പോ RRഉം RCB ആയിട്ടുള്ള മാച്ചിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെറ്റ്മെയർ ആ സ്ഥലത്തിൽ ഇമ്പാക്ട് പ്ലെയർ വന്നിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ RR തോറ്റിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയാണ്. കാരണം അതേപോലെ പല മാച്ചിലും നമുക്ക് ആ ഇമ്പാക്ട് പ്ലെയറിന്റെ ഒരു സാന്നിധ്യം, നമുക്ക് അവിടെ ഒരു ഇമ്പോർട്ടൻസ് നമുക്കത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് ബോളറായി കഴിഞ്ഞാലും ബാറ്റിംഗ് ആയി കഴിഞ്ഞാലും. സോ ഈ ഒരു മാച്ചിന് വരുമ്പോഴും ഏത് ടീമാണ് അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ചോദ്യമാണ് നമുക്കുള്ളത്. അതേപോലെ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം എത്ര റൺസ് എടുക്കണം. ഇപ്പൊ ആദ്യം ബാറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ആദ്യം ബാറ്റ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മളൊരു 2 വിക്കറ്റോ 3 വിക്കറ്റോ പോയി കഴിഞ്ഞാൽ എത്ര റൺസ് എടുക്കണം, ആ പിച്ച് എത്രത്തോളം ബാറ്റിങ്ങിന് അനുകൂലമായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഇമ്പാക്ട് പ്ലെയർ വരുന്ന 2ാമത്തെ ടീമിന് ഒരു ഇമ്പാക്ട് പ്ലെയർ വരുമ്പോൾ ആ ഇമ്പാക്ട് പ്ലെയറിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അയാൾ എത്ര ഇമ്പാക്ട് ഉണ്ടാക്കും ഗെയിമിന്, ഇതെല്ലാം ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം ഇതൊരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ്, ഫാസ്റ്റ് ഗെയിമാണ്. 2 ടീമും നമ്മൾ എന്റെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഹൈദരാബാദും 2 പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. ഒന്ന് ഡെക്കൻ ചാർജേഴ്സ് എന്നുള്ള ഒരു പേരിലായിരുന്നു. അത് 2008 ഗിൽക്രിസ്റ്റ് ആയിരുന്നു, ഒരു ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ആയിരുന്നു. അത് കഴിഞ്ഞാൽ 2016 SRH എന്നുള്ള ഒരു ടീമായിട്ട് ഹൈദരാബാദ് ടീം വന്നു. അതില് വോണർ ആയിരുന്നു ക്യാപ്റ്റൻ.
ഇപ്രാവശ്യം പാറ്റ് കമ്മിങ്സ്. അപ്പം 8 കൊല്ലത്തിന്റെ ഗ്യാപ്പിൽ മൂന്നാമത്തെ പ്രാവശ്യം വരികയാണ്. 2008, 2016, 2024 3 കൊല്ലവും ഒരു ഓസ്ട്രേലിയൻ ക്യാപ്റ്റനാണ്. അപ്പം അത് ഓസ്ട്രേലിയൻ ടീമിന് ഗുണമാവൂ. അതേപോലെ തന്നെ 2012, 2014 ഗൗതം ഗംഭീറിന്റെ ക്യാപ്റ്റൻസിയിലാണ് KKR ജയിക്കുന്ന. ഇപ്പം ഗൗതം ഗംഭീർ കോച്ചായിട്ട് വീണ്ടും മടങ്ങി വന്നിട്ടുണ്ട് ലക്നൗ ടീമിൽ നിന്ന്. അത് അവർക്ക് ഗുണം ചെയ്യും. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് ഇതിന്റെ മുമ്പിൽ സംഭവിച്ച കാര്യങ്ങൾ, പ്ലേയേഴ്സ് കളിച്ച കാര്യങ്ങൾ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് കുറെ അതിൽ വന്നിട്ടുണ്ട്. സോ ഇന്നത്തെ ഇമ്പാക്ട് പ്ലെയർ ആരായിരിക്കും, അല്ലെങ്കിൽ എത്ര ഇമ്പാക്ട് ചെയ്യാൻ പറ്റും, ആര് ടോസ് ജയിക്കും, എത്ര റൺ അടിക്കണം, അതെല്ലാം നമ്മൾ ടോസ് ജയിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 4-5 ഓവർ കഴിയുമ്പോൾ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഓക്കെ സച്ചിൻ, ഈ ഇമ്പാക്ട് ലൈൻ പറഞ്ഞു. ഒപ്പം തന്നെ ഈ സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, മഴയുടെ ഒരു ആശങ്ക നിൽക്കുന്നുണ്ട്. ഈ മഴയുടെ ഒരു ഭീഷണി ഈ നോക്കൌട്ട് മത്സരത്തിലൊക്കെ വരുമ്പോൾ ആസ് എ ക്യാപ്റ്റൻ സച്ചിൻ എന്തായിരുന്നു സച്ചിൻ്റെ ഒരു തോട്ട്? ഇപ്പോൾ ഇന്ന് കളിക്കാൻ ഇറങ്ങുമ്പോൾ അത് ഈ മഴ എന്നുള്ള ഘടകം, അത് റിസർവ് ദിനമുണ്ട് എങ്കിൽ പോലും ഇന്ന് തന്നെ വെട്ടിച്ചുരുക്കി ഓവർ പൂർത്തിയാക്കുന്ന തരത്തിലേക്ക് മത്സരം പോകുന്ന ഒരു പ്ലാനെ ആലോചിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു ഇനീഷ്യൽ പ്ലാൻ? കീപ്പിംഗ് അതെല്ലാം നമ്മൾ മനസ്സിൽ വെക്കുമ്പോഴത്തേക്കും അവരെന്തായാലും അവരുടെ സ്റ്റാറ്റസ്മാർ എന്തായാലും അവരുടെ സ്റ്റാറ്റസ് ഒക്കെ അവർ ഫോളോ ചെയ്യുന്നുണ്ടാവും. ഇപ്പം വീഡിയോ അനലിസ്റ്റ് വലിയൊരു ജോബ് അതിന് മുന്നിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും എന്തായാലും. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു നല്ലൊരു മാച്ച് തന്നെ കാണാൻ പറ്റട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം അത് കൂടുതൽ അതിനെക്കുറിച്ച് പറയുകയാതെ ആസ് എ പ്ലെയർ നോക്കുമ്പോഴത്തെ അങ്ങനെ പറ്റുവാണെങ്കിൽ ഫുൾ മാച്ച് നടക്കണം എന്ന് തന്നെയാണ് ആസ് എ പ്ലെയർ ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷെ കാരണം കഴിഞ്ഞ വർഷത്തെ IPL ഫൈനലിലും ഇതുപോലെ മഴ നടന്നിട്ട് നമ്മൾ ഒരു ദിവസം അങ്ങനെ മാറ്റി വെക്കുക സംഭവം ഉണ്ടായി. ഒരു റിസർവ് ഡേ എന്തായാലും ഉണ്ടാവുമായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് തന്നെ നടക്കുന്ന ഒരു ഫൈനൽ ഇന്ന് തന്നെ ഫുൾ നടക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്നാണ് ആഗ്രഹം. ഓക്കെ, എന്താണെങ്കിലും ശ്രീ ആനന്ദ് പത്മനാഭൻ ഒപ്പം സച്ചിൻ ബേബി രണ്ടുപേരും തുടരുക. നമ്മൾ ഒരു ചെറിയ ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരികെ എത്തുമ്പോൾ നമുക്ക് ഈ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെയും കൊൽക്കത്തയുടെയും ദൗർബല്യങ്ങൾ, ശക്തികളൊന്ന് പരിശോധിക്കണം. ദയവായി തുടരുക. ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകുന്നു. ഇടവേള. വീണ്ടും സ്വാഗതം. IPL ഇന്ന് ഗ്രാൻഡ് ഫിനാലെയാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും ഇന്ന് ഫൈനലിൽ കിരീട പോരാട്ടത്തിന് ഏറ്റുമുട്ടാൻ പോകുന്നു. 7:30 ചെന്നൈയിലെ ചെപ്പോങ് സ്റ്റേഡിയത്തിൽ. എന്നോടൊപ്പം അമ്പയർ KN അനന്തപത്മനാഭൻ, ഒപ്പം മുൻ ക്രിക്കറ്റ് താരം സച്ചിൻ ബേബി രണ്ടുപേരും ചേരുന്നു തത്സമയം. ശ്രീ അനന്തപത്മനാഭൻ, ഞാൻ ഈ ടീം കോമ്പിനേഷനിലേക്ക് എത്തിയാൽ ഈ ക്വാളിഫയറിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയതാണ്, അവർ മുഖാമുഖം എത്തിയതാണ്. അപ്പോൾ ആ ഒരു സംഘത്തെ നിലനിർത്തുക എന്നുള്ള ഒരു ബേസിക് പ്ലാനിലേക്കായിരിക്കുമോ ഇന്ന് കൊൽക്കത്ത സ്റ്റിക്ക് ഓൺ ചെയ്യുക? മിക്കവാറും രണ്ട് ടീമിന്റെയും ടീം ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. ഇപ്പൊ ഇതിൽ ഈ ഇമ്പാക്ട് പ്ലെയർ റൂൾ ഉള്ളതുകൊണ്ട് നമുക്ക് ടോസ് കഴിഞ്ഞിട്ട് നമ്മുടെ ടീം കൊടുത്താൽ മതി. അതാണ് ഈ ഇമ്പാക്ട് പ്ലെയറിന്റെ റൂൾ വരുന്നത്. നമ്മൾ നോർമലി എല്ലാ മാച്ചുകളും നമ്മൾ കളിക്കുന്ന ഇന്റർനാഷണൽ മാച്ചുകളിലെല്ലാം ആദ്യം തന്നെ നമ്മൾ കളിക്കുന്ന ടോസ് ചെയ്യുന്നതിന് മുമ്പിൽ നമ്മുടെ പ്ലേയിങ് 11 കൊടുക്കേണ്ടതാണ്. പക്ഷേ ഈ ഇമ്പാക്ട് പ്ലെയർ റൂൾ ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ട് ടീമായിട്ടാണ് ലിസ്റ്റ് കൊണ്ടുപോകേണ്ട ടീം. ടോസ് കഴിഞ്ഞ ഉടനെ അവർക്ക് ആ ടീം കൊടുക്കാം. സോ ബാറ്റിംഗ് നമ്മൾ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ടീം എടുക്കാം. അതേപോലെ ബോളിംഗ് ആണ് നമുക്ക് ആദ്യം വരുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ടീം എടുക്കാം. സോ മിക്കവാറും രണ്ടുപേരുടെ ടീം, ഒരു പ്ലെയർ മാത്രം, ഇമ്പാക്ട് പ്ലെയറിന്റെ ആ ഒരു സ്ലോട്ട് മാത്രം, ബാറ്റിങ്ങോ ബോളിങ്ങോ അത് നോക്കിയിട്ടുള്ള ഒരു ചേഞ്ച് അല്ലാണ്ട് രണ്ട് ടീമും സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, എന്ത് പ്രതീക്ഷിക്കാം. സച്ചിൻ, ഈ 4 ലെഫ്റ്റ് ഹാൻഡ് ബാറ്റേഴ്സ് ആണ് കൊൽക്കത്ത ലൈനപ്പിൽ ഉണ്ടാവുക. അതായത് നരൈൻ, വെങ്കടേഷ് ഉണ്ട്, റാണ ഉണ്ട്, റിങ്കു ഉണ്ട്. അപ്പോൾ ഈ സൺറൈസേഴ്സ് ഹൈദരാബാദിന് മറ്റൊരു ബോളിംഗ് സ്ട്രാറ്റജി സ്വീകരിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ലേ? ഈ നിലവിൽ അവരുടെ ഈ 2 ലെഫ്റ്റ് ആം സ്പിന്നേഴ്സ് എന്നുള്ളതിനെ മാറ്റി ഫൈനലിൽ മറ്റൊരു പരീക്ഷണത്തിനുള്ള സാധ്യതയുണ്ടോ പാറ്റ് കമ്മിൻസ്? ഇല്ല, നേരത്തെ അന്തേടൻ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും. കാരണം ഫൈനലിൽ വലിയൊരു ചേഞ്ച് വരുത്താൻ ആരും, ഒരു ടീമും അല്ലെങ്കിൽ ഒരു ടീം മാനേജ്മെന്റും ഇഷ്ടപ്പെടത്തില്ല. കാരണം എന്തൊക്കെയാണ് അവർക്ക്, കാരണം നമുക്കറിയാം അഭിഷേക് ശർമ്മ കഴിഞ്ഞ മാച്ചിൽ ബോൾ ചെയ്യാൻ മെയിൻ കാരണം അവർക്ക് രാജസ്ഥാൻ റോയൽസിന് ഒരു ഫസ്റ്റ് ടോപ്പിൽ ഫുൾ റൈറ്റ് ഹാൻഡേഴ്സ് ആയതുകൊണ്ടാണ്. അപ്പം അഭിഷേക് ശർമ്മ മിക്കവാറും ഈ ഒരു മാച്ചിൽ ബോൾ ചെയ്തുണ്ടാവത്തില്ല. വേണമെങ്കിൽ 1-2 ഓവറാണ്. നമ്മൾ ഇതിനുള്ള ലീഗ് മാച്ചിൽ നോക്കുവാണെങ്കിൽ സ്പിന്നേഴ്സ് വലിയൊരു
രീതിയിൽ SRHന് വിക്കറ്റ് എടുത്ത് കൊടുത്തിട്ടില്ല. കഴിഞ്ഞൊരു മാച്ചിൽ മാത്രമാണ് അവർ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം അത് ആ വിക്കറ്റിന്റെ ഒരു ബിഹേവിയർ കാരണമാണ്. മെയിൻ ആയിട്ട് അവർ ട്രസ്റ്റ് ചെയ്യുന്നത് അവരുടെ ഫാസ്റ്റ് ബോളിംഗ് തന്നെയാണ്. ഒരു വലിയ ഒരു എന്താ പറയുക, ഒരു ടോപ്പ് ഒരു 5 ബോളേഴ്സ് നോക്കുവാണെങ്കിൽ എല്ലാവരും ഫാസ്റ്റ് ബോളേഴ്സ് ആണ്. അപ്പൊ ഇനി ഇൻ കേസ് ഒരു ഓഫ് സ്പിന്നറിന്റെ ഒരു ആവശ്യം അവിടെ വരുവാണെങ്കിൽ അവിടെ ഏഡൻ മാക്രം അവിടെ അവരുടെ ഒരു ബോളിംഗ് ലൈനപ്പിലുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാച്ചിൽ ഇതൊക്കെ കണ്ടിട്ടായിരിക്കും മാക്രവും കഴിഞ്ഞ മാച്ച് മത്സരം ബോൾ ചെയ്യുന്നുണ്ട്. ഓരോ ഓവറിൽ 2 ഓവർ. ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡേഴ്സ് വരുവാണെങ്കിൽ ഒരു ഫാസ്റ്റ് ബോളിംഗ് അല്ലെങ്കിൽ ഈ മാക്രം തന്നെയായിരിക്കും അവരുടെ ഒരു ഓപ്ഷൻ. ഓക്കെ, ശ്രീ അനന്ത് പത്മനാഭനിലേക്ക് ഞാൻ ഒരിക്കലും കൂടി, താങ്കൾ ആദ്യം സൂചിപ്പിച്ച ഒരു ഫാക്ടർ ഉണ്ട്, ദ ഓസീസ് ഫാക്ടർ. അതായത് ഈ പാറ്റ് കമ്മിൻസ് എന്ന് പറയുന്ന ക്യാപ്റ്റൻ, അദ്ദേഹം ഈ രാജ്യാന്തര ക്രിക്കറ്റിൽ ഏറ്റവും ആദ്യം വരവിലൊക്കെ സ്റ്റീവോയ്ക്കോ അല്ലെങ്കിൽ റിക്കി പോണ്ടിങ്ങിനോ പറ്റിയൊരു പകരക്കാരനാണോ എന്ന് സംശയിച്ചവർക്ക് മുന്നിൽ രാജ്യാന്തര ട്രോഫികളുമായിട്ടാണ് മറുപടി നിൽക്കുന്നത്. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്, ലോക ചാമ്പ്യൻഷിപ്പ്, ഏകദിന ലോക ഫൈനലിൽ വീണ്ടും ഇന്ത്യ പരാജയപ്പെടുന്നു പാറ്റ് കമ്മിൻസിന് മുന്നിൽ. അപ്പോൾ ഈ ഫൈനലിലേക്ക് എത്തുമ്പോൾ പാറ്റ് കമ്മിൻസ് ഒരു അസാധ്യ ക്യാപ്റ്റനാണ് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ലേ? തീർച്ചയായിട്ടും ഞാൻ കാണുന്ന ക്യാപ്റ്റൻ പ്ലെയർ ഇതല്ലാണ്ട് നല്ലൊരു വ്യക്തിയും കൂടെ ആയിട്ടാണ് ഞാൻ പാറ്റ് കമ്മിൻസിനെ കാണുന്നത്. ആ ടീം മൊത്തത്തിനെ കൊണ്ടുപോകാനുള്ള ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ് പാറ്റ് കമ്മിൻസ്. ഇപ്പൊ ഓസ്ട്രേലിയൻ ടീമിൽ നമ്മൾ ഇതിന്റെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ലെഡ്ജിങ്ങിന്റെ ഒരു ഓസ്ട്രേലിയൻ ടീം, അല്ലെങ്കിൽ അവരൊരു ഇമേജ്, ഒരു അഗ്രസീവ് ഇമേജ് അങ്ങനെ കൊണ്ടുവന്നിരുന്ന, എന്ത് കാരണവശാലും നമ്മൾ കളി ജയിച്ചേ പറ്റൂ, എന്ത് രീതി വേണമെങ്കിലും നമുക്കത് സ്വീകരിക്കാം എന്നുള്ള ഒരു ഓസ്ട്രേലിയൻ ടീമിനെ മാറ്റി സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ ഒപ്പം കളിച്ച് നമ്മൾ നേരെ കളി ജയിക്കാൻ പറ്റണം എന്നുള്ള രീതിയിൽ അവരൊരു ഡെലിബറേറ്റ് ആയിട്ട് ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടാണ് അങ്ങനെ ഒരു ക്യാപ്റ്റനെ അവർ തിരഞ്ഞെടുക്കുന്നത്. സോ ആ ഓസ്ട്രേലിയൻ ടീം അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കുന്ന പാറ്റ് കമ്മിൻസ് ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കഴിവില്ലാണ്ട് പറ്റത്തില്ല. അത് ഇപ്പൊ തെളിയിക്കുകയും ചെയ്തു. കാരണം ഒരു 20 കോടി രൂപ കൊടുത്ത് വാങ്ങിച്ചതിന്റെ ആ ഫുൾ പൈസയുടെ പെർഫോമൻസ് കഴിഞ്ഞ കൊല്ലം നമ്മൾ ലാസ്റ്റിൽ 2 ടീമിലോ 3 ടീമിലോ ഉണ്ടായിരുന്ന ടീമാണ്. വലിയ മാറ്റങ്ങളൊന്നുമില്ല ഈ ടീമിൽ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈദരാബാദ് ടീമിൽ വലിയ ബിഗ് നെയിംസ് ഒന്നുമില്ല. എന്നിട്ടും ആ ടീമിന് ഇത്രയും കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു ക്യാപ്റ്റൻസിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാണ്ട് പറ്റത്തില്ല. നമ്മൾ അമ്പയർമാരായിട്ട് നിൽക്കുമ്പോൾ പോലും നമുക്കറിയാം ഇത് കുറെ തെറ്റുകൾ നമ്മുടെ അമ്പയർമാരുടെ പക്ഷത്തും അതേപോലെ പല സമയത്തും ടെക്നോളജി അവരെ എഗെയിൻസ്റ്റ് ആയിട്ട് പോവുകയും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്ന സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിലെല്ലാം അക്സെപ്റ്റ് ചെയ്ത് ഒരു മുന്നിലോട്ട് പോകുന്ന ഒരു ക്യാപ്റ്റനായിട്ടാണ് ഞാൻ എപ്പോഴും പാറ്റ് കമ്മിൻസിനെ കണ്ടിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഇൻഫ്ലുവൻസ് തന്നെയാണ് പാറ്റ് കമ്മിൻസ് അവിടെ. ഓക്കെ, ഇന്നലെ ഈ പിച്ച് പരിശോധിച്ച ശേഷം പിന്നെ ശ്രേയസ് അയ്യർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സും കളിച്ച ആ ഒരു ട്രാക്ക് ആണെന്ന് കരുതുന്നില്ല. അതൊരു ബ്ലാക്ക് സോയിൽ പിച്ചായിരുന്നു, പക്ഷേ ഇതൊരു റെഡ് സോയിൽ ട്രാക്കാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ബാറ്റിങ്ങിന് കുറച്ചുകൂടി സാഹചര്യമുണ്ട് എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അതിൽ എങ്ങനെ കരുതണം സച്ചിൻ? ഈ സെയിം സ്റ്റേഡിയത്തിൽ തന്നെയാണെങ്കിൽ പോലും ഇത് അനദർ ട്രാക്ക്, കൂടുതൽ ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടൊരു ട്രാക്കാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആർക്ക് അനുകൂലമാകും കാര്യങ്ങൾ? അതൊരു ടോസ് ഒരു വലിയൊരു ഫാക്ടർ ഉണ്ട്. നേരത്തെ നമ്മളെ മീറ്റിംഗിൽ നമ്മൾ ഈ ചർച്ചയിൽ പറഞ്ഞതാണ് ആ ഒരു 10 ഓവറിന് ശേഷം വിക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ള കാര്യം. അതിൽ ചെന്നൈ വിക്കറ്റ് നമുക്കറിയാം സ്പിന്നേഴ്സിലെ കുറച്ച് ഹെൽപ്പ് ചെയ്യുന്ന വിക്കറ്റ് ആണ്, നല്ല ബൗൺസ് ഉള്ള വിക്കറ്റ് ആണ്. ഇപ്പൊ റെഡ് സോയിൽ ആണെങ്കിൽ എന്തായാലും അവിടെ ഒരു എക്സ്ട്രാ ബൗൺസും സ്പിന്നേഴ്സിനുണ്ടാവും. കാരണം ഈ ഫാസ്റ്റ് ബോളേഴ്സിനാണെങ്കിലും സ്ലോ ബൗൺസേഴ്സ്, സ്ലോ ബോൾസ് എല്ലാം നല്ല ഹെൽപ്ഫുൾ ആയിട്ട് വരുന്ന ഒരു വിക്കറ്റും കൂടെ ആയിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ടോസ് ഒക്കെ ഒരു ഫാക്ടർ അതിലാവും. ചെപ്പോക്കിൽ എപ്പോഴും ഒരു ഹൈ സ്കോറിംഗ് മാച്ച് വരുന്നുണ്ട്. ഇന്നത്തെ ഒരു ഫൈനലിലും ഒരു ഹൈ സ്കോറിംഗ് മത്സരം തന്നെ പ്രതീക്ഷിച്ച് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഫൈനൽ ആവട്ടെ എന്ന് തന്നെയാണ്. സച്ചിൻ, ഒരു കാര്യത്തിൽ കൂടി ഞാൻ സച്ചിന്റെ അഭിപ്രായം തേടാം. ഞാൻ മറന്നുപോയതാണ്, പ്രത്യേകിച്ചും ഈ OC ക്യാപ്റ്റൻ എന്നുള്ള സംഭവം. ഈ പാറ്റ് കമ്മിൻസ് എന്ന ക്യാപ്റ്റനെ പറ്റി ഇപ്പോൾ ശ്രീ അനന്ത് പത്മനാഭൻ പറഞ്ഞതുപോലെ ഈ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ 2 വേൾഡ് ടൈറ്റിൽസ് നേടിയ ശേഷം IPL ഫൈനലിൽ എത്തുമ്പോൾ ഒരു ഭയം ഉണ്ടാകില്ലേ സ്വാഭാവികമായും കൊൽക്കത്തയ്ക്ക്? ഇപ്പം അനന്തേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ആ ഒരു ഫുൾ ഒന്ന് തിങ്ക് ചെയ്തത് ആ ഒരു ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻസിന്റെ ആ ഒരു ക്വാളിറ്റിനെ പറ്റി. ഇപ്പൊ നമുക്ക് ഇതിന് മുന്നേ റിക്കി പോണ്ടിങ് അങ്ങനത്തെ ഒരു ക്യാപ്റ്റനും അവിടെ നിന്നുണ്ട്. അപ്പൊ ഞാൻ ആസ് എ ക്യാപ്റ്റൻ ഞാൻ എപ്പോഴും ഒരു ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അനന്തേട്ടൻ, നമ്മുടെ സുനിലേട്ടൻ, പിന്നെ ശ്രീശാന്ത്, അങ്ങനത്തെ കുറെ ക്യാപ്റ്റൻസ്. പിന്നെ റിക്കി പോണ്ടിങ്ങിന്റെ ബുക്കൊക്കെ വായിക്കുമ്പോഴും അല്ലെങ്കിൽ കുറെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് കുറെ ഓസീസ് ക്യാപ്റ്റനെ കുറിച്ച് നമുക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ കളിയിൽ എങ്ങനെയാണ് പ്ലേയേഴ്സിനെ മാനേജ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറെ പഠിച്ചിട്ടുള്ള കാര്യമാണ്.
അപ്പം ഓസീസ് ക്യാപ്റ്റൻ എപ്പോഴും ബോൾഡിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു SRH ടീമിനെ, കാരണം നമ്മൾ ലാസ്റ്റ് ഒരു IPL ഫൈനൽ കളിച്ചപ്പോൾ ഞാൻ ആ ടീമിന്റെ കൂടെ ഉണ്ടായിരുന്നു 2018. അതിനുശേഷം ഈ ഒരു 4 വർഷം ആ ഒരു ടീം ശരിക്കും ആ ഒരു 6, 7, 8 ആ ഒരു പൊസിഷനിലാണ് എപ്പോഴും ഫിനിഷ് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ 4 ഇയേഴ്സിൽ. ഈ ഒരു ടീമിനെ ഇത്രയും ഒരു ടോപ്പിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഈ പാറ്റ് കമ്മിൻസ് പറഞ്ഞ ക്യാപ്റ്റന് തന്നെയാണ്. ഏതൊരു ടീമിനും ഇങ്ങനത്തെ ഒരു ക്യാപ്റ്റൻ അനിവാര്യം തന്നെയാണ്, കാരണം മുന്നിൽ നിന്ന് നയിക്കാൻ അനിവാര്യമായ ഒരു ക്യാപ്റ്റൻ. അപ്പൊ ആ ക്യാപ്റ്റൻ തന്നെയാണ് ആ ഒരു ടീമിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതും ആ ഒരു ഫുൾ റെസ്പോൺസിബിലിറ്റി. ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കമ്മിൻസിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴാണ് SRHന് ഒരു വിക്കറ്റ് വേണ്ടത് അല്ലെങ്കിൽ ഒരു ക്രഞ്ച് സിറ്റുവേഷനിൽ ഒരു ബോളറിനെ ബോൾ ചെയ്യാൻ നോക്കുമ്പോഴും ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് വന്നിട്ടാണ് ആ ഒരു ഓവർ എറിയുന്നത്. കാരണം ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കുകയാണ്, ഞാൻ ചെയ്യണം ആ ടീമിന് വേണ്ടി എന്നുള്ള കാര്യം. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും കമ്മിൻസിന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് ഈ ഒരു IPL ഞാൻ കണ്ടത്. ഓക്കെ, എന്താണെങ്കിലും ഈ പാറ്റ് കമ്മിൻസിനെ പറ്റി ഇത്രയും സംസാരിച്ച് കഴിയുമ്പോൾ കൊൽക്കത്ത ആരാധകർ ചോദിക്കുമല്ലോ അവരുടെ ക്യാപ്റ്റനെ പറ്റി പറയാത്ത എന്താണല്ലോ. ശ്രീ അനന്ത് പത്മനാഭൻ, ശ്രേയസ് അയ്യർ, ഈ ഏകദിന ലോകകപ്പിന് ശേഷം ശ്രേയസ് അയ്യരുടെ അത്ര എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ. ബാക്ക് ഇഞ്ചുറി, അതിനുശേഷം ലോക ടീമിലേക്കുള്ള ഇടം ലഭിക്കാതെ പോകുന്നു. അപ്പോൾ ഒരു അത്ര സുഖകരമായിട്ടുള്ള ഒരു ട്രാക്കിലൂടെ അല്ല നിലവിൽ പോകുന്നത്. പക്ഷേ 345 റൺസ് ഈ സീസണിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. 140-ലേറെ സ്ട്രൈക്ക് റേറ്റിൽ ശ്രേയസ് അയ്യർ. അപ്പോൾ ശ്രേയസ് അയ്യർ എന്ന ഇന്ത്യൻ ക്യാപ്റ്റനെ കുറിച്ചും നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല. തീർച്ചയായിട്ടും ശ്രേയസും വളരെ കാമായിട്ടുള്ള ഒരു പ്ലെയറാണ്. ക്യാപ്റ്റൻസിയിൽ ഇപ്പം നമ്മുടെ ഇതിന്റെ മുമ്പിൽ ഡൽഹിയുടെ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് ഒരു കൊല്ലം നയിച്ചതാണ്. എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു പ്ലെയർ അല്ല, എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ക്യാപ്റ്റൻ അല്ല. അതേപോലെ ഇപ്പൊ അവർക്കുള്ള മെയിനായിട്ടെന്ന് പറഞ്ഞാൽ കോച്ചായിട്ടും അവരെ സപ്പോർട്ട് സ്റ്റാഫായിട്ടും നല്ല ഒരു ബന്ധമുള്ള ഒരാളാവണം ക്യാപ്റ്റൻ. സോ അതിൽ തീർച്ചയായിട്ടും ശ്രേയസ് അയ്യറിന് ആ ഒരു റോള് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പറഞ്ഞാൽ ഗംഭീറും ചന്ദ്രകാന്ത് പണ്ഡിത്തിന്റെ ഒപ്പം അവര് ഒരുപാട് കാര്യങ്ങൾ ഇൻപുട്സ് കൊടുക്കുന്ന സമയത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. അതേപോലെ ചില സമയത്ത് ക്യാപ്റ്റന്റെ ഒരു ഇൻറ്റ്യൂഷനിൽ ചില സമയത്ത് അവര് കോച്ച് പറയുന്ന കാര്യങ്ങൾ സെറ്റ് ആവത്തില്ല. ഇപ്പൊ ധോണിനെയൊക്കെ നമ്മൾ ഏറ്റവും വലിയൊരു ക്യാപ്റ്റൻ എന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം അവിടെയാണ്. പറഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന കഴിവുള്ള ഒരാളാണ്. അത് നമുക്ക് ശ്രേയസ് അയ്യറിനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പറഞ്ഞാൽ ശ്രേയസ് അയ്യറും പല സിറ്റുവേഷൻസിൽ ബാറ്റിങ്ങിലായാലും ഇപ്പൊ കഴിഞ്ഞ മാച്ചിൽ വെങ്കടേഷ് അയ്യറും ശ്രേയസ് അയ്യറിന്റെ പാർട്ട്ണർഷിപ്പ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ആയിരുന്നു. അത് മൊത്തം തീർക്കുന്നവരെ ആ പാർട്ട്ണർഷിപ്പ് അങ്ങ് കൊണ്ടുപോയി. കാരണം അവിടെയാണ് SRHന് പറ്റിയത്. പറഞ്ഞാൽ 170 റൺസ് ഉണ്ടായിരുന്നു ബോർഡിൽ. 1 വിക്കറ്റോ 2 വിക്കറ്റോ കൂടെ അവിടെ വീഴുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടൈറ്റ് ആവും, പ്രഷർ ആവും. വിക്കറ്റ് വീണ് കഴിഞ്ഞാൽ പ്രഷർ ആവും. ആ സിറ്റുവേഷൻ എല്ലാം നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ബോളേഴ്സിനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഏത് സമയത്താണ് നരേനെ കൊണ്ടുവരേണ്ടത്, ഏത് സമയത്താണ് വരുൺ ചക്രവർത്തിനെ കൊണ്ടുവരേണ്ടത്. ഫുൾ നമ്മുടെ ആ ഫാസ്റ്റ് ബോളേഴ്സ് മിച്ചൽ സ്റ്റാർക്ക് കറക്റ്റ് ആയിട്ട് 3 ഓവർ, ചില സമയത്ത് അടുപ്പിച്ച് 3 ഓവറൊക്കെ ബോൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇപ്പൊ ട്രാവിസ് ഹെഡ് ബാറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് 2 പ്രാവശ്യം ട്രാവിസ് ഹെഡിനെ ബോൾഡ് ആക്കിയിട്ടുണ്ട്. സോ ആ ഒരു കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടായിരിക്കും തീർച്ചയായിട്ടും ശ്രേയസ് അയ്യർ വരുന്ന നല്ല മികച്ച ഒരു ക്യാപ്റ്റൻ തന്നെയാണ്. സോ ഒരു ഈക്വൽ ഒരു പോരാട്ടമാണ് ഇന്ന് മത്സരം ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും. ഓക്കെ, ഒറ്റയ്ക്ക് ഒരു ചോദ്യത്തോട് രണ്ടുപേരെയും ഞാൻ ഇത് അവസാനിപ്പിക്കാം. സച്ചിൻ, ഇന്നത്തെ മത്സരത്തിൽ സച്ചിന്റെ പ്രിയപ്പെട്ട ടീം സൺറൈസേഴ്സ് ഹൈദരാബാദിൽ ആരായിരിക്കും ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു റോൾ എടുക്കാൻ പോകുന്നത് എന്നാണ് കരുതുന്നത്? ഞാൻ ട്രാവിസ് ഹെഡിൽ തന്നെ പോവുകയാണ്. കാരണം ട്രാവിസ് ഹെഡ് ഒരു ബിഗ് സ്റ്റേജ് പ്ലെയർ ആണ്. നമ്മള് ലാസ്റ്റ് അഹമ്മദാബാദ് ഫൈനലിൽ നമ്മൾ കണ്ടതാണ് ആ ഒരു കാര്യം. ഒരു ബിഗ് സ്റ്റേജ് പ്ലേയേഴ്സ് എപ്പോഴും ആ ഒരു വലിയൊരു സ്റ്റേജ് വരുമ്പം എന്തായാലും പെർഫോമൻസ് ചെയ്യും. അത് അപ്പം എനിക്ക് SRHനെ ഞാൻ ഏറ്റവും കൂടെ ഈ ഒരു പ്രതീക്ഷ കപ്പ് നേടുമെന്നുള്ള ഒരു പ്രതീക്ഷ ട്രാവിസ് ഹെഡ് ആ ഒരു ടീമിലുള്ളതുകൊണ്ടാണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ ഒരു 4 വർഷം അൺസോൾഡ് ആയി പോയ ഒരു പ്ലെയർ ആണ്. അങ്ങനെ അൺസോൾഡ് ആയി പോയ കുറെ പ്ലേയേഴ്സ് നമ്മൾ IPL നല്ല തിരിച്ചു വന്നിട്ട് വലിയ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലത്തെ ഒരാളാണ് ഞാനും തിരിച്ചു വരും. അപ്പം അതുകൊണ്ട് ഞാൻ നമ്മുടെ ട്രാവിസ് ഹെഡിനെ ഞാൻ പറയും. ഉറപ്പായിട്ടും സച്ചിൻ തിരിച്ചു വരും, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ശ്രീ അനന്ത് പത്മനാഭൻ, താങ്കളുടെ പിക്ക് എന്താണ്? കൊൽക്കത്ത ടീമിലെ ഒരു ഇമ്പാക്ട് പ്ലെയർ ഇൻ ദ സെൻസ് ഒരു റോൾ എടുക്കാൻ പോകുന്നത് ആരായിരിക്കും? നരേൻ തന്നെയാണ് എന്റെ പറഞ്ഞാൽ. അവര് ഈ സീസൺ മൊത്തവും ബാറ്റിങ്ങിൽ അല്ലെങ്കിൽ ബോളിങ്ങിൽ ഈ രണ്ടിലും ഏതെങ്കിലും ഒന്നിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാള് നരേൻ തന്നെയാണ്. KKR ഈ മാച്ച് ജയിക്കണമെന്നുണ്ടെങ്കിൽ നരേന്റെ ഒരു പെർഫോമൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അവിടെ. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ശ്രീ അനന്ത് പത്മനാഭൻ, സച്ചിൻ ബേബി.
സച്ചിൻ എന്നോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു വീട്ടിൽ കുട്ടിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്, ഫ്രെയിമിൽ വന്നാൽ പ്രശ്നമുണ്ടോ എന്ന്. ഒരു പ്രശ്നമില്ല സച്ചിൻ, അതുകൊണ്ട് ഒരു ആശങ്കയുണ്ടായിരുന്നു 30 മിനിറ്റ് തികച്ചിരിക്കണം. എന്നാലും ഒരുപാട് സന്തോഷം 30 മിനിറ്റ്സും നമ്മോടൊപ്പം പങ്കുവച്ചതിന്. താങ്ക് യു സോ മച്ച് സച്ചിൻ. ഞങ്ങൾ വീണ്ടും സച്ചിനെ ഈ ഇതുപോലൊരു IPL വേദിയിൽ ഞങ്ങൾ വീണ്ടും ആഗ്രഹിക്കുന്നു. അനന്തപത്മനാഭൻ അവിടെ അമ്പയറിംഗ് ചെയ്യുമ്പോൾ സച്ചിൻ അവിടെ ബാറ്റുമായി നിൽക്കുന്നത് കാണാനുള്ള ആഗ്രഹത്തിൽ നമ്മൾ നിൽക്കുന്നു. ഒരുപാട് സന്തോഷം രണ്ടുപേർക്കും. താങ്ക് യു സോ മച്ച് അനന്തപത്മനാഭൻ ആൻഡ് സച്ചിൻ ബേബി ഫോർ ജോയിനിങ് us. എന്തായാലും IPLന്റെ ഫൈനൽ പോരാട്ടമാണ് ഇന്ന്. ആ ഫൈനൽ പോരാട്ടത്തിൽ കൊൽക്കത്തയോ ഹൈദരാബാദോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ അത് ഇന്ന് രാത്രി തന്നെ ഉണ്ടാകും, മഴ ചതിച്ചില്ലെങ്കിൽ. തൽക്കാലം പൂർത്തിയാവുന്നു IPL ഗ്രാൻഡ് ഫിനാലെ. നമസ്കാരം. രണ്ടരയ്ക്ക്, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച 2:30 ടൂറിസം